ദേ അങ്ങോട്ട് നോക്കി, അതാ നിന്റെ ആള്. എങ്ങനെയുണ്ട് ചിക്കൻ? ചുള്ളനല്ലേ? ലിസ, നമുക്ക് തിരിച്ചു പോവാം. നീ ഒന്ന് അടങ്ങിയ ഹെൻറി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. എന്താണ് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. എടോ നിക്കണേ, ഞാൻ ജെറി. ഈ നിൽക്കുന്ന ഹെൻറിയുടെ ഫ്രണ്ടാ. വെയിറ്റ്, അതിന് നിൽക്കുന്ന ഹെൻറിയെ എനിക്കറിയില്ലല്ലോ. ലെറ്ററും പൊക്കിയോ? ഞാനോ? അത് ഇവൻ? നോ വേ. താൻ കൂടുതൽ മറവിരോഗം കളിക്കണ്ട. താനാണ് അതൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് തെളിവോടുകൂടി കിട്ടിയ കാര്യമാണ്. പിന്നെ താൻ ഈ വലിയ ഫേമസ് സിംഗറൊക്കെ ആയി കാണും, പക്ഷെ അതൊന്നും എന്റെ ചെറുക്കൻ എടുത്തെടുക്കേണ്ട കാര്യമില്ല. ജെറി, നീ എന്തേ കാണിക്കുന്നേ? ചിലപ്പോ നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ഹെൻറി, എനിക്ക് ആള് തെറ്റിയൊന്നുമല്ല. നമ്മൾ ഡെയിലി കോഫി അടിക്കാൻ പോകുന്ന ഷോപ്പിനടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലൂടെ ഒരു കുട്ടിയുടെ കയ്യിലാണ് ഇവൻ എപ്പോഴും ലെറ്ററും ബൊക്കെ കൊടുത്തുവിട്ടിരുന്നത്. ഞാൻ ആ കൊച്ചിനെ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയിച്ചതും ഇവന്റെ ഫോട്ടോ സഹിതം എനിക്ക് ആ കൊച്ചു കാണിച്ചു തരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എടോ, തൻ്റെ കത്തുകളും അതുപോലെ തന്നെ ബൊക്കെയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എനിക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഹോപ്പ് പോലെ. അതുകൊണ്ടായിരുന്നു ഇത്രയും കാലം തനിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഇനിയിപ്പം അത് താനാണെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഫേമസ് ആയ ആൾക്ക് ഇതൊക്കെ പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. തനിക്ക് അവരുടെ ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞേരെ. വെറുതെ അവന്റെ മനസ്സിൽ ഒരാശ കൊടുത്ത് ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കണോ? ഇവന് ലെറ്റേഴ്സ് അയക്കുന്ന സമയത്ത് ഞാൻ ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു ഹോട്ടലിലെ ഇച്ചിപാത്രം കഴിയുന്ന സാധാരണക്കാരൻ. അന്ന് എനിക്ക് തോന്നിയത് ഒരു അട്രാക്ഷൻ ആയിരിക്കാം. പക്ഷെ എന്നാ ഇന്ന് എനിക്ക് എൻ്റെ കരിയർ നോക്കണം. അതുകൊണ്ട് എനിക്ക് തന്നെ എനിക്ക് ആവശ്യമില്ല. ഈ നായിനെ ഇന്ന് ഞാൻ ജെറി മതി നിർത്ത്. അവന്റെ ഒപ്പീനിയൻ അല്ലേ പറഞ്ഞത്. എടോ, തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. ഞാനതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട്. പേടിക്കണ്ട. ആടോ, ഇതാ വരുന്നു. പിന്നെ താനത്തിൽ നിന്ന് മൂവ് ഓൺ ആയത് ഞാനിവിടെ സന്തോഷിക്കുന്നുണ്ട്. ടേക്ക് കെയർ. എടി, നീ അവനെ കൂട്ടി പോകോ. എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അല്ല, പാട്ടുകാരൻ വന്നോ? എന്തേ വരേണ്ടിയിരുന്നില്ലേ മിസ്റ്റർ ബണ്ണി? മിസ്റ്റർ ബണ്ണി കൊള്ളാലോ. അതൊക്കെ പോട്ടെ, എന്റെ പ്രോഗ്രാം കാണാൻ വന്നിരുന്നല്ലേ? ഞാൻ സ്റ്റേജിൽ നിന്ന് കണ്ടിരുന്നു. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ടൊക്കെ? അതിപ്പോ സത്യം പറയണോ അതോ കള്ളം പറയണോ? എന്നാ കള്ളം പറ, കേക്കട്ടെ. പാട്ട് വളരെ പോരായിരുന്നു. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ല, പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങളെല്ലാം കൂടെ എവിടെ പോയതായിരുന്നു? പ്രാണം തല്ലി ഓടുന്ന കണ്ടായിരുന്നല്ലോ. അതോ, എനിക്കൊരാളിൽ നിന്ന് നിരന്തരം കത്തുകൾ വരികയായിരുന്നു. അയാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കൺഫ്യൂഷൻ പോലെ. അയാളെ ഇന്ന് കാണാൻ പോയതായിരുന്നു. കത്തോ? എന്നിട്ട്? അയാളിപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അയാളുടെ കരിയർ വെച്ച് അയാൾ കളിക്കാൻ പറ്റില്ല അത്രേ. അതുകൊണ്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ആ കത്തിരുന്ന അയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചാൽ അയാളുടെ കത്ത് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാളായിട്ട് അയാളുടെ കത്ത് മുക്കൊന്നും വരുന്നില്ലായിരുന്നു. ഇന്നല്ലേ അതിൻ്റെ യഥാർത്ഥ റീസൺ എനിക്ക് മനസ്സിലായത്. അത് സാരില്ല, പയ്യെ പയ്യെ മൂവാണായാൽ മതി. അതൊക്കെ ഞാൻ എപ്പോഴായി? അവനെ കാണുന്നതിന് മുന്നേ. നിന്നെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ മൂവാണായി. ഇതാരെ ഈ നേരത്ത്? താനെന്താ ഇവിടെ? താനങ്ങനെ അകത്ത് കയറിയേ? ഞാനങ്ങനെ പല വഴിയും കയറും. അങ്ങനെ കണ്ടവന്മാർക്ക് കയറി നിറങ്ങാനുള്ള സത്രമല്ല എന്റെ വീട്. സെക്യൂരിറ്റി, സെക്യൂരിറ്റി! തൊണ്ട കയറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അകത്ത് കയറാൻ പോയപ്പോൾ അയാളെന്നെ തടഞ്ഞു. സോ അപ്പം തന്നെ അയാളെ ഞാൻ സൈഡാക്കി. അവിടെ എവിടെ ബോധം കിട്ട് കിടപ്പുണ്ട്. ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതാണോ തന്റെ ഒക്കെ മാന്യത? ഓഹോ, അപ്പൊ ആൾമാരട്ടം കളിക്കുന്നതാണോ സെലിബ്രിറ്റീസുകാരൻ്റെ ഈ പറഞ്ഞ മാന്യത? എന്താ ആൾമാരട്ടം? ഞാൻ എന്താ ആൾമാരട്ടം കാണിച്ചു? ഫാൻസിന്റെ ഇടയ്ക്ക് ഇറക്കുന്ന ക്ലീഷ് അഭിനയൊന്നും ഈ ജെറിയുടെ അടുത്ത് എടുക്കല്ലേ മോനെ. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അതിനു മുമ്പ് ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ തടി കേടാവും. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയാന്ന് വെച്ച് വിളിക്ക്. അങ്ങനെയാണെങ്കിൽ നീ ആൾമാറാട്ടം കഴിച്ച് ഒരു ചെറുക്കൻ്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ കേസ് കൊടുക്കും. തനിക്ക് എന്താ വേണ്ടേ? ഞാൻ എന്താ ആൾമാർട്ടിന് കളിച്ചെന്നാ താനീ പറഞ്ഞു വരുന്നേ? അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്കേ.
എന്നോട് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്. വാ വാ വാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തും സംസാരിക്കാൻ പാടില്ല. ബാ, നമുക്കിരുന്ന് സംസാരിക്കാം. ഓ, കോപ്പ് ശല്യം തന്നെ. ഓയ്, എന്താ ഇവിടെ നിന്ന് ചെയ്യുന്നേ? വെറുതെ ഇരുന്നപ്പോ ഡ്രോയിങ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഡ്രോയിങ്ങോ? ആഹാ, നീ വരയ്ക്കുകയൊക്കെ ചെയ്യോ? എന്നാ എന്റെ ഒരു ഫോട്ടോ വരച്ചു തരുമോ? അതിപ്പോ എത്ര ചോദിക്കാണെന്നായിരിക്കുന്നേ? ഞാൻ ഓൾറെഡി ഇത് വരച്ചു വെച്ചിരിക്കാം. ബാ, കാണിക്കാം. എന്റെ പൊന്നോ, അടിപൊളിയാണല്ലോ. നിന്നെ കണ്ട അടിപൊളിയല്ലേ? അതുകൊണ്ടാ വരച്ച പടവും ഇത്ര പെർഫെക്റ്റ് ആയിരിക്കുന്ന. അല്ലാതെ നിന്റെ കഴിവുകൊണ്ടല്ല അല്ലേ? കഴിവുണ്ട്, എന്നാലും ഒരു ആർട്ടിസ്റ്റ് സ്വയം പുകഴ്ത്താൻ പാടില്ലെന്നാണല്ലോ. നമ്മള് കുറച്ച് നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നു അല്ലേ കേസൻ? നിനക്കാരെ ഇഷ്ടമാണെന്ന് കുറച്ച് ദിവസം മുമ്പ് നീ പറഞ്ഞിരുന്നില്ലേ? അയാളെ നീ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നീ ഇവിടുന്ന് പോവില്ലേ? പിന്നെ നമ്മൾ തമ്മിൽ കാണുമോ? പോവും. അല്ല, പോണം. പോയല്ലേ പറ്റൂ. ജീവിതകാലം മുഴുവൻ എനിക്കിവിടെ നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പോവണ്ടെന്ന് പറഞ്ഞാ പോവാതിരിക്കാൻ പറ്റില്ലേ? അതിന് ഇവിടെ നിൽക്കാൻ ഞാൻ നിന്റെ ആരെങ്കിലും ആണോ? ആരെങ്കിലും ഒക്കെ ആക്കിയ ഇവിടെ എന്നോടൊപ്പം നിൽക്കോ? ഓ, ടൈമിംഗ് ഇല്ലാത്ത ഏത് തെണ്ടിയാണാവോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓ, ഇതെന്റെയായിരുന്നു. അത് വേടാ, നിനക്കൊരാളെ ഞാൻ കാണിച്ചു തരാം. ആരെ കാണിക്കാൻ? എടാ, എനിക്ക് ഇതിനോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. ഞാനാണെങ്കിൽ ആ സിംഗറിന്റെ വീട്ടിൽ പോയിരുന്നു. എടാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. എനിക്ക് നിന്നോട്. എടാ, നീ ഇങ്ങനെ പറയാതൊന്നും നിർത്തി പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഫോട്ടോയിലുള്ളത് ഇതാരാ? ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ആ മുതല് കേസൻ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങോട്ട് പോയോന്നോ? ഞാനൊന്ന് നോക്കട്ടെ. അതൊക്കെ പിന്നെ നോക്കാം. എനിക്ക് നിന്നോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോട് ഇപ്പൊ വന്നേ പറ്റുള്ളൂ. നമുക്കൊരു സ്ഥലം വരെ പോണം. നീ ഒന്ന് വാ. അയ്യോ, ശരി ശരി, നീ പിടിച്ച് വലിക്കാതെ. ഞാൻ വരുവാ, നീ നടക്ക്. ഞാൻ വന്നോണ്ടിരിക്കല്ലേ. അല്ല, നമ്മൾ എങ്ങോട്ട് എത്ര ധൃതി പിടിച്ചിങ്ങനെ പോകുന്നേ? നിനക്ക് വീട് തന്ന പഴയ ഹൗസ് ഓണറിന്റെ വീട്ടിലേക്ക്. ആന്തിയനപ്പൊ എടുപിടി എന്ന് പറഞ്ഞ അങ്ങോട്ട് പോകുന്ന എന്തേലും പ്രശ്നമുണ്ടോ? അതവിടെ ചെല്ലുമ്പോ നിനക്കെല്ലാം ബോധ്യമാവും. നല്ല വീട് അല്ലേടാ ചേരി? അല്ലെങ്കിൽ നാട്ടും പുറത്ത് വീടൊക്കെ നല്ല വൈബാ. ആദ്യം വാ, അതോട്ട് പോവാം. ദാണ്ട തമിഴ്. നിനക്ക് തമിഴ് അറിയോ? അത് വന്ന് ഞങ്ങള്. ഓ, മലയാളത്താനാ? എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയും. ഓ, ഭാഗ്യം. മലയാളം അറിയാം. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് ഇവിടുത്തെ അങ്കിള് തന്ന വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അപ്പം അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ നിർത്തിയിട്ട് വന്നതാ. അപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ? അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഞങ്ങളത് അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ വീടൊന്ന് ചുറ്റിക്കാണുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ല, നമ്മൾ എന്തിനാ ഈ വീട് മൊത്തം ചുറ്റി കാണുന്നത്? നിനക്ക് ഈ വീട് മേടിക്കാൻ വല്ല പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുള്ള തട്ടിപ്പോയതുകൊണ്ടേ. അങ്ങനൊന്നുമില്ല. നീ വാ, നടക്ക്. ഈ റൂം എന്തെങ്കിലും അടച്ചിട്ടേക്കുന്ന? കേസൻ? അല്ല, കേസന്റെ ഫോട്ടോ എന്താ ഈ വീട്ടില്? കുട്ടി, ഈ ഫോട്ടോയിലിരിക്കുന്ന ഇതാരാ? அதுவா, இந்த வீடு இவங்களோடதா. இவங்களோட அப்பா தான் உங்களோட ஹவுஸ் ஓனர். என் அண்ணாவோட பெஸ்ட் ஃப்ரெண்ட் தான். അപ്പൊ ഈ വീട് മനഃപൂർവ്വം നിനക്ക് തന്നതാണല്ലേ? വാട്ട് എ സർപ്രൈസ്. ഞാൻ അവനോട് ഇതുവരെ ഒരു ഡീറ്റെയിൽസും ചോദിച്ചിട്ടില്ല. അവനിടയ്ക്ക് പറയുകയും ചെയ്തു ആ വീട് അവനും കൂടെ അവകാശപ്പെട്ടതാണെന്ന്. അന്നേരം എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നേ. എടാ, ഞാൻ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ നീ അറിയാൻ കുറച്ച് വേറെ കാര്യം കൂടെ ഉണ്ട്. എന്ത് കാര്യം? ഞാൻ ആ സിംഗറിന്റെ വീട്ടിൽ പോയിന്ന് പറഞ്ഞില്ലേ? ആക്ച്വലി അവനല്ല നിനക്ക് ബുക്കെയിലിട്ടൊക്കെ അയച്ചോണ്ടിരുന്നത്. നീ പറഞ്ഞ കേസൻ തന്നെയാ. കേസനും അവനും ഫ്രണ്ട്സാണ്. എന്നാ പറഞ്ഞാൽ ഞാൻ പഞ്ഞിക്കിടും. ഇത്രയും ദിവസം എന്നെ ആയിട്ട് പൊട്ടം കളിപ്പിച്ചതിന്. അടുത്തുണ്ടായിട്ടും നീ നടങ്ങ്. ഞാൻ പറയട്ടെ, സത്യം പറ. എന്തിനാ നീയാണെന്ന് അവന്റെ മുന്നിൽ അങ്ങനെ പറഞ്ഞത്? അത് സത്യമല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ബിക്കോസ് അവർ വന്ന എല്ലാ ലെറ്ററും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് അവനൊരു പേരെഴുതി വെക്കും. സീക്രട്ട് അഡ്മിറലിന്റെ കൂടെ സിയാൻ എന്നും കൂടെ. തന്നെ ആര്യൻ എന്ന് വിളിക്കുന്ന ഞാൻ കേട്ടു. അപ്പോ കാര്യമായിട്ടെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ?
ചെയ്യും, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ എൻ്റെ ഫ്രണ്ടായി പോയില്ലേ, അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ. അതുപോലെ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തതും പറഞ്ഞതും എല്ലാം. ഫ്രണ്ടിന് വേണ്ടിയോ? എന്താ ചതിക്കാൻ കൂട്ടു നിൽക്കുകയാണോ? ചതിക്കാനോ? നെവർ. പറയുന്നതിന് മുമ്പ് അവൻ ആരാ, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള റീസൺ എല്ലാം നിങ്ങൾ അറിയണം. ഐ വാണ്ട് ടു നോ എവറിത്തിങ്. പറ. പോൾ കുര്യന്റെയും സാറാമ്മ പോൾ കുര്യന്റെയും ഒരേ ഒരു മകൻ കൈസൺ പോൾ കുര്യൻ. എല്ലാവരും അവനെ സിയാൻ എന്ന് വിളിക്കും.